അങ്ങനെ MSCയുടെ ഒരു വലിയ ഒരു മദർഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ വന്നു. ആ ഷിപ്പിൽ നിന്ന് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇറങ്ങുന്നുണ്ട്. അത് നമ്മുടെ കൊച്ചിയിലേക്കുള്ള കാർഗോ ഉണ്ട്, കൊല്ലത്തേക്കുള്ള കാഷ്യൂ ഉണ്ട്, ആലപ്പുഴയ്ക്കുള്ള കൊയറുണ്ട്. അങ്ങനെ ഒരു 200ഓളം കണ്ടെയ്നേഴ്സ് അവിടെ ഇറക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് കുറേയധികം ബാർജുകൾ ചെറിയ ചെറിയ ഷിപ്പുകളാണ്. ഈ ഷിപ്പുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. ഏതാണ്ട് 10ഓളം ചെറിയ ചെറിയ ഷിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഈ കണ്ടെയ്നേഴ്സിനെ ഈ ബാർജുകളിലോട്ട് ലോഡ് ചെയ്യാൻ തുടങ്ങി. ആ ബാർജ് അവിടെ നിന്ന് നമ്മുടെ പൂവാറ് വഴിയിട്ട് കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അഷ്ടമുടി കായലിലൂടെ, വേമ്പനാട്ട് കായലിലൂടെ, അത് മലബാറിലോട്ട്, നമ്മുടെ ബേക്കൽ, അഴീക്കൽ, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തോട്ടും പോവുകയാണ്. അതിനിടയ്ക്ക് കോട്ടയം പോർട്ടിൽ, നാട്ടകം പോർട്ടിൽ കുറച്ച് കാർഗോസ് ഇറക്കി വെച്ചു. കൊച്ചിൻ പോർട്ടിൽ കുറച്ച് കാർഗോസ് ഇറക്കി വെച്ചു. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ അഴീക്കൽ പോലത്തെ പല പോർട്ടുകളിലും ഇറക്കി വെച്ചു. ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ ചോദിച്ചത്, കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഇതിന് ഒരുപാട് സമയമെടുക്കില്ലേ? ഈ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ പയ്യെ പയ്യെ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ ഫീസിബിളാവും? ശരിയാണ്, കണ്ടെയ്നേഴ്സ് കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നേരത്തെ നമ്മുടെ കാർഗോ കണ്ടെയ്നേഴ്സ് കൊളംബോ പോർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു ഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. 3 ഡേയ്സൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ഷിപ്പ് വന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കില്ലേ? ആ സമയനഷ്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറവാണ്. മാത്രമല്ല, നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റും നമ്മുടെ ടെർമിനൽ ഹാൻഡ്ലിംഗ് ചാർജും ഒക്കെ ഏതാണ്ട് ഒരു 40% കുറയ്ക്കാൻ പറ്റും. ഇപ്പം തന്നെ ഓഷ്യൻ ഫ്രൈറ്റ് വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ചാർജ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ ഘടകമല്ലേ എന്ന് ചോദിച്ചു. ശരിയാണ്, നമ്മുടെ മിഷൻ സമുദ്ര പോലെയുള്ള പ്രോജക്ട്സുകളൊക്കെ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻലൻഡ് വാട്ടർ വേസും നെതർലാൻഡ്സ് പോലെ 40% നമ്മുടെ കാർഗോ മൂവ്മെൻറ്റ്സിന് എത്തിക്കാനായിട്ട് പറ്റും.